ഹായ് നമസ്കാരം. എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയത്. ഏതൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റുമാരെ കോൺടാക്റ്റ് ചെയ്താലും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന ചോദ്യത്തിന് അവർ അടിവരയിട്ട് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച 3 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് എത്തിപ്പെടുക. അവിടെ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറക്കാതെ ഇപ്പോൾ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ 3 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കയ്യിൽ 5 പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനില്ല, കിട്ടുന്ന ശമ്പളം മുഴുവൻ കടം കൊടുത്ത് തീർക്കാനും ആ മാസത്തെ ചിലവിന് തന്നെ തികയുന്നില്ല, ബാക്കി എമൗണ്ട് ഞാൻ ആരോടെങ്കിലും കടം വാങ്ങേണ്ട അവസ്ഥയാണ്, പിന്നെ എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതായിരിക്കും 99.9% ആൾക്കാരുടെയും ഉത്തരം എന്ന് പറയുന്നത്. എന്നാൽ മനസ്സിലായിക്കൊള്ളുക, കിട്ടുന്ന ശമ്പളം അക്കൗണ്ടിൽ വരുന്ന സ്പോട്ട് ടൈമിൽ ഒരു 30,000 രൂപ ശമ്പളമുള്ള വ്യക്തിയാണെങ്കിൽ മിനിമം 1,000 മുതൽ 3,000 രൂപ, ഒരു 10% വരെ 1,000 മുതൽ ഒരു 3,000 രൂപ വരെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 27,000 നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാൻ, എക്സ്പെൻസ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. കാരണം ഭാവിയിലേക്കുള്ള ഒരു സേവിങ്സ്, ഭാവിയിലേക്കുള്ള ഒരു നീക്കിയിരിപ്പ്, ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാധ്യമത്തിൽ ഫണ്ട് ഇട്ടില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. അതെല്ലാവരും മറക്കാതെ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി 1000 ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 500 രൂപയെങ്കിലും മിനിമം ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അനുഭവം, ആ ഒരു ഫീൽ അതെല്ലാവരും അനുഭവിക്കണം. അതൊരു ഭയങ്കരമായ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഫണ്ടുകളിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 1 എന്ന് പറയുന്ന ഫണ്ട് എന്ന് പറയുന്നത് പരാഗ് എന്ന് പറഞ്ഞൊരു ഫണ്ടാണ്. പരാഗ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നതാണ് ഇതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 31.92% 3 വർഷത്തെ റിട്ടേൺ. ദെൻ ഓൾ ഇയർ നോക്കുമ്പോൾ 18.71% ഉള്ളത്. ദെൻ 5 ഇയർ നോക്കുമ്പോൾ 18.2%. അപ്പം ലാസ്റ്റത്തെ 3 വർഷത്തിൽ 31.92% ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ്. ഓൾ ഇയർ നോക്കുമ്പോൾ 18.71% ആണ് ഇയർലി റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താഴോട്ട് പോയാൽ ആ ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ NAV മിനിമം SIP 1000 രൂപയ്ക്ക് മേളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. NAV 21 ഏപ്രിൽ 2023 54 രൂപ 65 പൈസ ഒരു യൂണിറ്റിൻ്റെ വിലയാണ്. ഓക്കെ, റേറ്റിംഗ് നിങ്ങൾക്ക് കാണാം, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗ്. ഫണ്ട് സൈസ് 29,953 കോടി. വീണ്ടും നമ്മൾ താഴോട്ട് പോയാൽ ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ മന്ത്ലി ഒരു 5,000 വെച്ചിട്ട് നമ്മളൊരു 5 ഇയറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ദെൻ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,85,521 രൂപ നമുക്ക് കിട്ടിയ 5 വർഷം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? 3 ലക്ഷം രൂപ. നമുക്ക് കിട്ടുന്നത് 4,85,521 രൂപ കിട്ടിയാൽ വീണ്ടും നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് കാര്യങ്ങളൊന്ന് കാണാൻ പറ്റും. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഇക്വിറ്റികൾ 8.1% ഇക്വിറ്റികളും, അതുപോലെ തന്നെ അസറ്റ്സ്, ടോട്ടൽ അസറ്റ്സ്, അതുപോലെ തന്നെ ഫോറിൻ ഇക്വിറ്റികളുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ഫോറിൻ ഇക്വിറ്റീസ്, HCL ടെക്നോളജീസിൻ്റെ, കോൾ ഇന്ത്യയുടെ, പവർ ഗ്രിഡിൻ്റെത്, ICC ബാങ്കിൻ്റെ, ബജാജ് ഹോൾഡിങ്സിൻ്റെ ഓൾമോസ്റ്റ് നല്ല ഇക്വിറ്റികളൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ കൺട്രോളിൽ ഉള്ളത്. ദെൻ 83.7% ഫണ്ടും ഇക്വിറ്റിയിലാണുള്ളത്. പിന്നെ ഡെപ്റ്റ് ഫണ്ട് 13%, ക്യാഷ് 3.4% ഒക്കെ ആയിട്ടാണ് ഫണ്ട് ഉള്ളത്. ദെൻ ഇക്വിറ്റി സെക്ടറിൻ്റെ അലോക്കേഷൻ നിങ്ങൾ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ കമ്പനികൾക്ക് 35.6%, സർവീസസ് 18%, ടെക്നോളജി കമ്പനിയിൽ 13.9%, എനർജിയിൽ 11.6%, കൺസ്യൂമർ സ്റ്റാപ്പിൾസിൽ 8.9%, ഹെൽത്ത് കെയറിൽ 5.5%, ഓട്ടോമൊബൈൽ 5.4%, അതേഴ്സിൽ 1.5% ഒക്കെയാണ് ഇവരുടെ
ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. ദെൻ ടോപ്പ് 5 അഡ്വാൻസ്ഡ് റേഷ്യോസ് കാണാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ 1000 രൂപ മിനിമം SIPയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് 18% ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് 5 ഇയർ നമുക്ക് നോക്കുന്ന സമയത്ത്. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് കനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇതിന് ലാസ്റ്റത്തെ 3 ഇയറിൽ 23.8% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റത്തെ 5 വർഷം നോക്കുമ്പോൾ 13.84% റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. ഫണ്ടിൻ്റെ സൈസ് 8672 കോടിയാണ്. ഇതും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടാണ്. 2023 ഏപ്രിൽ 21 NAV വാല്യൂ 46.16 മിനിമം SIP എമൗണ്ട് 1000 രൂപയാണ് മിനിമം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാവുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ 5000 രൂപ പെർ മന്ത് വെച്ചിട്ട് 5 ഇയറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആവും. ദെൻ അത് നമുക്ക് 4,24,205 രൂപയായിട്ട് നമുക്ക് റിട്ടേൺ ലഭിച്ചിട്ടുണ്ടായാനേ. ദെൻ ഇവരുടെ കയ്യിൽ ഹോൾഡിങ്സ് ഉള്ളത് ബാങ്കിങ്ങിൻ്റെ ഷെയറുകൾ കുറേ എണ്ണമുണ്ട്. ദെൻ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇക്വിറ്റിയാണ് 95.6% ഇക്വിറ്റികളിലാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ആയിട്ട് 4.4% ഉണ്ട്. ദെൻ മെജോറിറ്റി ഫിനാൻഷ്യൽ കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ദെൻ അതേഴ്സ് ടെക്നോളജിയിലൊക്കെ അത്യാവശ്യം ഫണ്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. മിനിമം 1000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് PGIM ഇന്ത്യ മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇതിൻ്റെ റിട്ടേൺ 3 വർഷത്തേക്ക് 40.98%. ദെൻ 5 ഇയറിൽ നോക്കുമ്പോൾ 17.46% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗ് ആണത്. ഫണ്ടിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 7707 കോടിയാണ്. ദെൻ NAV ഏപ്രിൽ 21, 2023 47.19 മിനിമം SIP എമൗണ്ട് 1000 രൂപ. അപ്പോൾ ഈ 3 ഫണ്ടും 1000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ 5000 രൂപ നമ്മളൊരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന 5,35,523 നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. ദെൻ ഇവരുടെ കയ്യിലും ഹോൾഡിങ്സിൽ കുറേ ബാങ്കിങ്ങിൻ്റെ ഷെയറാണ്. 94.3% ഷെയറുകളും ഇക്വിറ്റിയിലും, ഡെപ്റ്റിൽ 6.6 ക്യാഷിൽ -1 ആണ് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1000 രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ്. ഈ ഒരു 3 ഫണ്ടുകളും നമ്മൾ 5 ഇയറിൽ നോക്കുമ്പോൾ 17.46, 13.84, അതുപോലെ തന്നെ 18.71. അപ്പോൾ 3 ഫണ്ടുകൾ നമ്മൾ കണ്ടു. ഓൺ ആൻ ആവറേജ് ഒരു 15% നമുക്ക് റിട്ടേൺ ഇയർലി നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 1 lakh റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു 15,000 രൂപ റിട്ടേൺ കിട്ടുന്നുണ്ട്. നല്ല കാര്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മന്ത്ലി ഒരു 1000 രൂപ വെച്ച് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവാണ്. ഓരോ മാസവും NAV കയറി ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും അതിൽ നിന്ന് മികച്ച രീതിയിലുള്ള വരുമാനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സിസ്റ്റം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇതുവരെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ എല്ലാവർക്കും തുടങ്ങാം. ഒരു 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സുള്ള സ്റ്റുഡൻസിന് തുടങ്ങാം. നിങ്ങളുടെ പോക്കറ്റ് മണികളിൽ ഒരു 500 രൂപ വെച്ചിട്ട് മന്ത്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ദെൻ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലംസമായിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, കുറച്ചായിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച 3 ഫണ്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള. എല്ലാവരും ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുക 1000 രൂപയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ സ്റ്റോക്കുകളിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, നല്ല മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, അങ്ങനെയുള്ള പല വിവരങ്ങൾ, പല ഇൻവെസ്റ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഇങ്ങനെ എല്ലാ ആൾക്കാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അവർ കൂടി നല്ലൊരു ഇൻവെസ്റ്റർ ആക്കുക. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വീഡിയോ ഷോണി സൈനിങ് ഓഫ്. ബൈ.